ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ മുളകിട്ടതാണ്. അതിനായിട്ട് വഴുതനങ്ങ, തക്കാളി, 2 പച്ചമുളകും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ വഴുതനങ്ങ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതാക്കി പീസാക്കാം. വല്ലാതെ ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു മീഡിയം ലെവലിൽ ചെറുതാക്കാം. അതിലേക്ക് തക്കാളി, പച്ചമുളക്, ആ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, അതല്ലെങ്കിൽ 1-2 സ്പൂൺ വരെയൊക്കെ ഇടാം. അതിലേക്ക് ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ പുളി ഉണ്ടല്ലോ, പുളി എടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് പുളിയോടുകൂടെ അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വഴുതനങ്ങ നിങ്ങൾക്ക് മറ്റ് വഴുതനങ്ങയാണ് ചെറുതാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് അതായിട്ട് ഉണ്ടാക്കിയാൽ. ഞാനതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നന്നായി വെന്ത് വന്നു കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കരിവേപ്പിലയും ഇട്ടുകൊണ്ട് പൊട്ടിച്ച് തൂമിച്ച് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മുളകിട്ട് സെറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തരം ഡിഷാണത്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ തേങ്ങക്കറീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.